നമസ്കാരം സാർ. നമസ്കാരം. ഡോക്ടർ ശ്രീധർ വേമ്പു ഒരു വലിയ ഇന്ത്യൻ ഐക്കണായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. അതെ. ഇന്ത്യ സമകാലിക ലോകത്ത് നേരിടുന്ന ഏറ്റവും ഗുരുതരവും ആപൽക്കരവുമായ വെല്ലുവിളി എന്താണോ അതിനെ തക്ക സമയത്ത് രാജ്യത്തിന് വേണ്ടി നേരിടാൻ, വെല്ലുവിളിക്കാൻ ഒരു വാരിയർ പോലെ, ഒരു പോരാളിയെ പോലെ രംഗത്ത് വന്നിരിക്കുന്നു ഡോക്ടർ ശ്രീധർ വേമ്പു. അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സാങ്കേതിക രംഗത്ത്, സാങ്കേതിക രംഗം ഈ അമേരിക്കൻ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഈ ടെക്നിക്കൽ ഹബ്ബുകളായിട്ട് അറിയപ്പെടുന്ന 3 മഹാനഗരങ്ങളുണ്ട്: ഹൈദരാബാദ്, ബാംഗ്ലൂർ, പൂനെ. അവിടെ എങ്ങും വേണ്ട, ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് യാത്രയാവുക. ഒരു ഗാന്ധിയൻ സ്വപ്നവുമായി സാങ്കേതിക രംഗത്ത് സഞ്ചരിക്കുക. ഗ്രാമസ്വരാജ്, ധാർമ്മികതയുടെ ഗ്രാമസ്വരാജിന്റെ ആശയം ഏറ്റവും പുതിയ സാങ്കേതിക രംഗത്ത് ആവിഷ്കരിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാകുകയും ഇന്ത്യക്ക് തന്നെ അഭിമാനമാവുകയും ചെയ്യുന്ന ഒരു പുതിയ ദേശീയ പുരുഷന്റെ അവതാരമായി വേണം നമുക്ക് ശ്രീധർ വേമ്പുവിനെ കാണാൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഇന്നൊവേഷനെ കുറിച്ച് ഉള്ള വാർത്തകൾ എന്തൊക്കെയാണ്? സന്തോഷമുണ്ട് മാഷെ ശ്രീധർ വേമ്പുവിനെ കുറിച്ച് പറയുമ്പോൾ. കാരണം എന്താ വെച്ചാൽ, ഒരു ദേശീയ പുരുഷന്റെ ഉദയം എന്ന് മാഷ് ഇപ്പോൾ പറയുമ്പോൾ ഞാൻ ശരിക്കും വൈകാരികമായ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് പോയിട്ടുണ്ട്. ഇതൊരു വൈകാരികമായ തുടർച്ചയായി. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ അതികാലത്ത് ഞാൻ രാവിലെ 4 മണിക്ക് ഉണരുന്ന ഒരാളാണ്. ഞാൻ രാവിലെ ഉണർന്ന് എൻ്റെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ആദ്യം എൻ്റെ കണ്ണിൽ വന്നത് റിപ്പബ്ലിക് ടിവിയുടെ അർണാബ് ഗോസ്വാമിയും അദ്ദേഹവും ശ്രീധറുമായുള്ള സംഭാഷണമാണ്. ഞാനത് കണ്ടിട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ കരയുകയായിരുന്നു. കാരണം ശ്രീധർ വേമ്പുവിൻ്റെ വാക്കുകൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അർണാബ് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്, വെൽക്കം ടു ദ ഷോ എന്ന് പറയുമ്പോൾ അദ്ദേഹം നമസ്തേ, ഗുഡ് മോർണിംഗ്, നമസ്തേ, വണക്കം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ തമിഴിൻ്റെ വണക്കം എന്ന് പറയുന്നത് നമുക്ക് നമസ്കാരം ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ, നമ്മുടെ ആളുകളൊക്കെ പൊതുവേദികളിൽ പറയാൻ തുടങ്ങിയിരിക്കുന്നു. തെലുങ്ക് നാട്ടിലൊക്കെ പോയി സിനിമാ പ്രവർത്തകരൊക്കെ നമസ്കാരം എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആളുകൾക്ക് അറിയാം ഈ ഭാഷയല്ല. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ട് അർണാബ് പെട്ടെന്ന് ഭയങ്കര ഹാപ്പിയായി. ഒരു തമിഴ് ദേശീയത വെച്ചുകൊണ്ട് അദ്ദേഹം അത് സംസാരിച്ചപ്പോൾ എന്നിട്ട് പിന്നെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ വലിയ പണക്കാരനാണ്, നിങ്ങൾ സൈക്കിളിൽ നടക്കുന്നു, മരച്ചോട്ടിലിരിക്കുന്നു, ചെരുപ്പിട്ടാണ്, സാധാരണക്കാരനെ പോലെയാണ് നിങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു നിഷ്കളങ്കനായ കുട്ടിയെ പോലെ, എ.ആർ. റഹ്മാനെയൊക്കെ കാണുന്ന പോലെ ഒരു കുട്ടിയെ പോലെ ഇങ്ങനെ കേൾക്കുകയാണ്. ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ശരിക്കും ഒരു ജെറ്റൊക്കെ വാങ്ങാം, ഒരു പ്രൈവറ്റ് ജെറ്റൊക്കെ വാങ്ങാം, അതൊരു വിഷമല്ല, ജെറ്റുകൾ ഒരു വിമാനമാണ്. പക്ഷെ നിങ്ങളുടെ അമ്മ സാധാരണ രീതിയിൽ നടക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളെല്ലാം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും ജീവിക്കാത്തത്, ഈ ആർഭാടങ്ങളില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, എൻ്റെ അച്ഛൻ മരിച്ചുപോയി അടുത്ത്. എൻ്റെ അമ്മ ഒരു സാധാരണ സ്ത്രീയാണ്, സാധാരണ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന, ട്രെയിനിലും ബസ്സിലും ഒക്കെ സാധാരണ യാത്ര നടത്തുന്ന ഒരാളാണ്. എൻ്റെ അമ്മയോട് ഒരു പ്രൈവറ്റ് ജെറ്റിൽ കയറിയിട്ട് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല, അവർക്കത് സിങ്ക് ആവില്ല. എൻ്റെ അമ്മയുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. യെസ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ചെയ്യാത്തത് എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന 2 കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആവേശം തീർച്ചയായിട്ടും അദ്ദേഹം തമിഴനാണ് എന്നുള്ളതാണ്. തമിഴ് എനിക്ക് തോന്നുന്ന എത്ര തന്നെ നമ്മൾ ഈ നോർത്ത് സൗത്ത് ഡിവൈഡൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും തമിഴ് ജനത ദേശത്തിന്റെ കൂടെയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, കൊച്ചു കുഞ്ഞിന്റെ എന്ന് പറഞ്ഞില്ലേ, എനിക്കും റോബിൻജിക്കും അനിയനാണ് അദ്ദേഹം. അത്രയേ ഉള്ളൂ പ്രായം വളരെ കുറവാണ്, 57 മറ്റു വയസ്സ്. നമ്മുടെ അനിയൻ എന്ന് വിളിക്കാനുള്ളേ ഉള്ളൂ. ഇവിടെ തെങ്കാശിയിൽ എത്ര പേര് വന്നിട്ടുണ്ട്. അതെ അതെ, ഇളയരാജ ഇളയരാജ അടക്കമുള്ള എല്ലാം തെങ്കാശിയാണ്. മാത്രമല്ല, തെങ്കാശിക്ക് എനിക്ക് തോന്നുന്നു തമിഴിനേക്കാൾ ടച്ച് മലയാളത്തോടാണ്. അവര് തമ്മിൽ അവരെ ഈ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. കൊല്ലത്ത് നിന്നാണല്ലോ ചെങ്കോട്ട ട്രെയിൻ ഉണ്ട്. നമുക്കൊരിക്കൽ പോകണം, ഒരു ദിവസം ഞാൻ പോകണമെന്ന് വിചാരിക്കുന്നു ഡോക്ടർ വേമ്പുവിനെ കാണാൻ. ഈ വേമ്പു, ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആരാണ് ഡോക്ടർ ശ്രീധർ വേമ്പു എന്ന് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു കർഷക ഫാമിലി, അമ്മയും അച്ഛനും കൃഷിക്കാരായിരുന്നു. പക്ഷെ അച്ഛൻ ഈ പഠിച്ച് മദ്രാസ് ഹൈക്കോടതിയിൽ ക്ലിനിക്കൽ ജോബ് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ അവിടെ നിന്നാണ് അദ്ദേഹം റിട്ടയർഡ് ആയത്. തഞ്ചാവൂരിലായിരുന്നു അവർ ജനിച്ചതല്ല. അവർ അമ്മയും അച്ഛനും ഒക്കെ തഞ്ചാവൂരുകാരാണ്. ബ്രാഹ്മിൻസ് ആയിരിക്കാം. അതെ, ബ്രാഹ്മിൻസ് അല്ല. അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ബ്രാഹ്മണ ഈ പൊതുവായിട്ട് ഈ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളൊക്കെ ബ്രാഹ്മണന്മാരാണ്
എന്നൊക്കെ കാണുന്ന അയ്യർമാർ എന്നൊക്കെ പറയുന്ന സാധനം, സ്വാമിമാർ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വ്യത്യാസമായിട്ട് ഈ വേമ്പു എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ജനിക്കുമ്പോൾ രണ്ടാമത്തെ കുട്ടിയാണ്. അപ്പൊ ഈ ചൈൽഡ് ഈ ശിശു മരണം അത് ഗംഭീരമായിട്ട് ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോൾ വേമ്പു എന്ന് പറഞ്ഞ വേപ്പ് മരമാണ്. ശരി. അപ്പൊ വേപ്പ് മരത്തിന്റെ ഓർമ്മയ്ക്ക്, വേപ്പ് മരം എപ്പോഴും ദിവ്യ ഔഷധം. അപ്പൊ വേമ്പു എന്നുള്ളത് അങ്ങനെ ചേർത്തിട്ടാണ് വേമ്പു എന്ന് പേരിട്ടു അച്ഛൻ. അതാണ് ശ്രീധർ വേപ്പ് മരം. ഈ പിച്ചൈ എന്ന് പറഞ്ഞ പിച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഇത്, അതുപോലെ തന്നെ കുപ്പുസ്വാമി, ഇതൊക്കെ ഇത്തരം പേരുകളാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ഇദ്ദേഹം സാധാരണ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അയാൾ ചെന്നൈ IIT പഠിക്കാൻ പോയി. ചെന്നൈ IIT പഠിക്കാൻ പോയി റാങ്കോട് മദ്രാസിൽ പോയി എഞ്ചിനീയറിംഗ് ബിരുദം നേടി. എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്കലാണ് അദ്ദേഹം. ഇലക്ട്രിക്കലാ, ഭയങ്കര കോൺട്രഡിക്ഷൻ. അന്ന് 27ാം റാങ്കോ മറ്റോ ആണ്. അതെ, യൂണിവേഴ്സിറ്റിയിൽ, അത് IIT-ലെ 27th റാങ്ക് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല എന്നർത്ഥം. അത് എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് വേറെ വിഷയം പഠിക്കാനാണ് അവിടെ പോയത്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ PhD നേടി. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് നേടി. വേറെ വിഷയമായിരുന്നു പഠിച്ചത്, മാത്തമാറ്റിക്സിലാണ്. അത് അദ്ദേഹം ഡോക്ടറേറ്റ്. ഒരു ബന്ധമില്ലാത്തൊരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ എല്ലാം കണക്കിന്റെ മുകളിലാണ്, എല്ലാം കണക്കാണ്. അതിനുശേഷം അവിടുന്ന് ഒരു മടങ്ങിപ്പോരലുണ്ട് ഇന്ത്യയിലേക്ക്. സ്വന്തം രാജ്യത്തിലേക്ക് പഠനം പൂർത്തിയാക്കി മടങ്ങിയെത്തി ഇവിടെ വന്ന് ലോകത്തിലെ ടെക് ലോകത്തിലെ ഏറ്റവും വലിയ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം. അത് മാത്രമല്ല, സിലിക്കൺ വേൾഡിൽ അദ്ദേഹത്തിന് സിലിക്കൺ വാലിയിൽ വലിയ ഓഫർ വന്നിരുന്നു. ഇവിടുത്തെ കോടികൾ ആനുവൽ ശമ്പളം വാങ്ങാവുന്ന അദ്ദേഹത്തിന് അതൊന്നും തൃപ്തിയായില്ല. ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ലാഭമായിരുന്നു, വെറും ലാഭമല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം പറയുന്നത് എനിക്ക് വെറും ലാഭമല്ല. അദ്ദേഹം പറയുന്നത് തന്നെ ഗ്രാമങ്ങളിൽ നിന്നാണ് ഭാവിയിലെ ഇന്ത്യയെ പിറക്കേണ്ടത്. നേരത്തെ മാഷ് പറഞ്ഞ പോലെ അത് ഗാന്ധിയുടെ സ്വപ്നം പോലെ തന്നെ, ഗ്രാമസ്വരാജ് എന്ന സ്വപ്നം പോലെ നമ്മുടെ ഗ്രാമങ്ങളിലാണ് ആ യുവത്വത്തിന്റെ അല്ലെങ്കിൽ പവർ ഒളിഞ്ഞിരിക്കുന്നത്, അൺടാപ്ഡ് പവേഴ്സ് ഒളിഞ്ഞിരിക്കുന്നത്. സത്യമായിട്ടും ആ കൺസെപ്റ്റ് തന്നെ ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മുടെ ഒരു ധാരണ, അദ്ദേഹത്തിന്റെ ഏറ്റവും നൂതനമായ കൺസെപ്റ്റ് എനിക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഒന്ന്, സിലിക്കൺ വാലി അദ്ദേഹത്തെ മോഹിപ്പിച്ചില്ല. അപ്പോഴും അദ്ദേഹത്തെ മാടി വിളിച്ചത് ഇന്ത്യൻ ഗ്രാമങ്ങളാണ്. ആ ഗ്രാമങ്ങളെക്കുറിച്ച്, ആ ഗ്രാമങ്ങളോട് അദ്ദേഹത്തിന് ദൈന്യതയോ സഹതാപമൊന്നും അല്ല തോന്നിയത്. ആ ഗ്രാമങ്ങൾ പവർഫുൾ ആയിട്ട് അഭിമാനമായി തോന്നിയിട്ടുള്ളത്. തിരിച്ചു പോന്നു. അതുകൊണ്ട് അദ്ദേഹം തഞ്ചാവൂരിൽ ജനിച്ച അദ്ദേഹത്തിന്റെ വേണമെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വന്നിട്ട് അദ്ദേഹം 96-ലോ മറ്റോ ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, സോഹോ ZOHO. ഈ സോഹോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു 10 വർഷത്തിന് സമയം കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. 5-8 വർഷമായിട്ട് എറണാകുളത്തൊക്കെ പലരും സോഹോയുടെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളുണ്ട്. പല സർവീസുകൾ ഈ സോഹോ നൽകുന്നുണ്ട്. ഒരുപാട് സർവീസുകളുണ്ട്, ഒത്തിരി സർവീസുകളുണ്ട് അവർ നൽകുന്നത്. മാഷ് പറഞ്ഞു വന്നത് ഏതാണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് 10 കോടി കസ്റ്റമേഴ്സ് ഉണ്ട് അത്രേ. സോഹോ കമ്പനി ലോകവ്യാപകമായിട്ട് 10 കോടി കസ്റ്റമേഴ്സ്. വരുമാനത്തിന് വേറെ എവിടെയും പോകണ്ട. അതെ. ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ സാറേ പറഞ്ഞ ഒരു ഈ മുതലാളിമാരിലെ സോഷ്യലിസ്റ്റ് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ അതിനെന്താ പറയാ, ഈ ഒരു മോറൽ ധാർമ്മികതയുള്ള ഒരു ബിസിനസ്സുകാരൻ, അല്ലെങ്കിൽ ധാർമ്മികതയുള്ള മുതലാളിത്തം. നമ്മളെ മുതലാളിമാർ ഇപ്പൊ ചെയ്യുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് CSR ഫണ്ട് ഉണ്ട്. CSR ഫണ്ട് നിർബന്ധമായി ഇത്ര ചെലവഴിക്കണം, ലാഭത്തിന്റെ ഇത്ര ശതമാനം ചെലവഴിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ സംഭാവന കൊടുക്കുകയും അതിന്റെ റെസീറ്റ് ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. മാത്രമല്ല, അതിലേറെ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കുറവും ബാക്കിയുള്ളവരുടെ ധാരാളമായിട്ട് ഷെയർ പിരിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ആരാന്റെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് അതാണ് സാമർത്ഥ്യം എന്ന് പറയും. നമ്മൾ കാശ് ഇറക്കുന്നതല്ല, ആരാന്റെ കാശ് കൊണ്ട് പണിയെടുക്കുന്നത്. എന്നിട്ട് അവർക്കൊരു ഡിവിഡൻഡ് കൊടുക്കും. അതാണ് നമ്മുടെ കമ്പനികളുടെ സ്ഥിതി. ഇദ്ദേഹം തീരുമാനിച്ചിരിക്കുന്ന ആദ്യത്തെ കാര്യം, എനിക്ക് ആരാന്റെ ഷെയർ വേണ്ട. പബ്ലിക് ഫണ്ട്, ഈ ഷെയർ വിൽപ്പന അത് വേണ്ട, ഒന്നും വേണ്ട തീരുമാനിച്ചിട്ട് ഒന്നാമത്തെ കാര്യം. 2, ലാഭം ആർക്കുള്ളതാണ്. ലാഭത്തിന്റെ ഏതെങ്കിലും ചക്കാത്ത കൊടുക്കുമ്പോൾ ഒരു ചെറിയ ഫണ്ട് CSR കൊടുക്കുകയല്ല. ലാഭം മുഴുവനും, ജീവിക്കാനുള്ള കൂലി മാത്രം മാറ്റിവെച്ചാൽ ലാഭം മുഴുവനും നാട്ടിന് വേണ്ടി ചെലവഴിക്കുക, സമൂഹത്തിനുള്ള അത് ചെറിയ അത്. അപ്പൊ നമുക്ക് ഈ സോഷ്യലിസം ഒക്കെ പറഞ്ഞിരുന്ന വ്യവസ്ഥിതികളൊക്കെ പരാജയപ്പെടുമ്പോഴും മനുഷ്യന്റെ മനസ്ഥിതിയിൽ ഇത് കയറിക്കഴിഞ്ഞാൽ അത് നടക്കും, വർക്കബിൾ ആണെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കാര്യം അതാണ്, ഗ്രാമങ്ങളിലേക്ക് പോകുന്നത്. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ബാംഗ്ലൂരിൽ ഒരു ഓഫീസ് തുറന്നാൽ വേറെ പബ്ലിസിറ്റി ഒന്നും വേണ്ട. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പണി ഇതാണല്ലോ, ഈ ക്ലൗഡാണ്. വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ
നിരവധി സർവീസുകൾ നിരവധി സർവീസ് ഉണ്ടല്ലോ. അപ്പൊ ഈ സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങിയാൽ അദ്ദേഹത്തിന് ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ വേണ്ടാന്ന് തീരുമാനിച്ചു. ഈവൻ ചെന്നൈയിൽ പോലും വേണ്ടാന്ന് വെച്ചു. തമിഴ്നാട്ടുകാരാണെങ്കിൽ ചെന്നൈയിൽ തുടങ്ങിക്കൂടാ, വേണ്ട. അദ്ദേഹം പോയിട്ട് തെങ്കാശിയിൽ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ പോയിട്ട്, നമ്മൾ മലയാള സിനിമയ്ക്ക് ഒരുപാട് പോയി ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അതാണ് അദ്ദേഹത്തിന്റെ പോളിസി തന്നെ. അതാണ് പോളിസി, വേറൊന്നുമല്ല, ഗ്രാമങ്ങളിൽ നിന്ന് ലോകത്തെ നയിക്കാം, നഗരങ്ങളിൽ നിന്നല്ല. ഭയങ്കര കോൺസെപ്റ്റ്. അതാണ്, വല്ലാത്ത കൺസെപ്റ്റ് ആണ്. വേറൊന്ന്, അദ്ദേഹത്തിന്റെ സ്കൂളിംഗ് ഉണ്ട്. അദ്ദേഹം ചെയ്തിരിക്കുന്നത് സോഗോ സ്കൂൾ ഓഫ് ലേണിംഗ്. അതെ സോവോ, അതെ, സോഗോ സ്കൂൾ ഓഫ് ലേണിംഗ്. ആ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, ഈ കോളേജിൽ പോയി കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അല്ലെങ്കിൽ കോളേജ് ലെവലിൽ ഇപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ്, MCA മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പിന്നെ BTech കമ്പ്യൂട്ടർ സയൻസ്, ഇതൊക്കെ പഠിക്കാൻ പോയാൽ മാത്രമേ കമ്പ്യൂട്ടർ പഠിക്കുള്ളൂ എന്നുള്ള ധാരണ മാറണം. ഫ്രം ദി വെരി ബിഗിനിങ് പ്രൈമറി ലെവലിൽ തന്നെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കുകയല്ല സർ. കമ്പ്യൂട്ടർ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അറിയാം അത്യാവശ്യം, പക്ഷെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുകയല്ല, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ ക്രിയാത്മകമായ കമ്പ്യൂട്ടർ, പ്രായോഗിക സമീപനം. അത് പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് അറിയാം. അതുകൂടി അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. എനിക്കൊന്നും ലോകത്തിലെ അത്ഭുതമാണ്, വിസ്മയമാണ് തീർച്ചയായിട്ടും ഇദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞൊരു കാര്യം. ഇങ്ങനെ ഒരിക്കൽ പോലും, ഒരു ദിവസം പോലും കോളേജിൽ പോകാതെ ഉന്നത വിദ്യാഭ്യാസം നേടാത്ത കുട്ടികൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരാകുന്നു. ആവുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ക്ലെയിം ചെയ്യുന്നു, എൻ്റെ കമ്പനിയിലെ സോഹോ കമ്പനിയിലെ ഇന്നുള്ള ജീവനക്കാരിൽ 40% നിലവിലുള്ളവർ 40% പേർ കോളേജിന്റെ പടിവാതിൽ കണ്ടവരല്ല, പക്ഷെ അവർ എക്സ്പേർട്സ് ആണ്. അങ്ങനെ എക്സ്പേർട്ട് ആക്കി എടുക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ കോളേജിൽ പഠിച്ചാലുള്ള, അദ്ദേഹത്തിന്റെ സ്കൂളിങ്ങിൽ പഠിച്ചാലുള്ള ഗുണം, കോളേജിൽ പോകാൻ അവസരം കിട്ടിയില്ലെങ്കിൽ പോലും അവർ ജോലി പഠിക്കുക, അവർ എഞ്ചിനീയർമാരാകും. കമ്പ്യൂട്ടർ ഭാരതം, നമ്മുടെ ഗ്രാമങ്ങളെ മാറ്റിമറിക്കുന്ന അസാമാന്യമായിട്ടുള്ള സന്ദേശം, പ്രതിഭയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വൈകിപ്പോയി. ഞാനും നമ്മളൊക്കെ തന്നെ അദ്ദേഹം രംഗത്ത് വരും. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിക്ഷേപങ്ങളിൽ ഒട്ടും താല്പര്യമില്ലെന്ന് നേരത്തെ മാഷ് പറഞ്ഞു. അദ്ദേഹം പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓഹരി വിറ്റൊഴികൾ, എക്സിറ്റ് പ്ലാൻ. അതെ, എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ അദ്ദേഹത്തിനില്ല. എക്സിറ്റ് പ്ലാനില്ല. എക്സിറ്റ് പ്ലാനില്ലാത്ത കമ്പനികളെ ഇല്ല. പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒക്കെ സാമാന്യം നല്ലതാണെന്ന് കേട്ടാൽ, അതിന് വിപണി ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ തോതിൽ വില കൂടി കിട്ടുകയും ചെയ്യും. അത് എക്സിറ്റ് പ്ലാൻ അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഇത് തലമുറകളോളം കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഈ സന്ദേശം. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് 2024 ഇവരുടെ ഈ ഫോബ്സ് മാഗസിന്റെ കണക്ക് ഉണ്ടല്ലോ, എത്ര അവരുടെ ആസ്തി, ആരുടെ ഈ കമ്പനി സോഹോയുടെ ആസ്തിയുടെ ധാരണയില്ല. എന്തായാലും അത് വലിയ ഗൂഗിളിനേക്കാളും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ ആസ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. മൈക്രോസോഫ്റ്റ് ആണ് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ഇത് മാറുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, മാഷെ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഡിഗ്രി അല്ലെന്ന് മാഷ് നേരത്തെ പറഞ്ഞത് കഴിവാണെന്ന്. വിദ്യാഭ്യാസം ഡിഗ്രി അല്ല, സ്കില്ലാണ്, കഴിവാണ്. അത് തന്നെയാണ് അതിന്റെ പോളിസി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാറിന് അറിയായിരിക്കും, കോർപ്പറേറ്റ്സ് ഒന്നും ഒരിക്കലും സർട്ടിഫിക്കറ്റ് നോക്കൂലല്ലോ. ഞാൻ നോക്കിയിട്ട്, ഞാൻ 10 കൊല്ലം, എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് നമ്മളെ കുട്ടികൾ അത്ഭുതപ്പെട്ടു പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ 10 കൊല്ലം പുറത്തുണ്ടായിരുന്നപ്പോൾ പ്രധാനപ്പെട്ട, ഞാനൊരു ഫ്രഞ്ച് കമ്പനിയിലാണ് കുറച്ചു കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ രീതി തന്നെ ഒരു ഇലക്ട്രീഷ്യനെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിനെ, ഒരു ഡിസൈനറെ നമ്മൾ ജോലിക്ക് വിളിച്ചാൽ, നിന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഡിസൈൻ എവിടുന്നാ പഠിച്ചത്, ഏതാ റാങ്ക് എന്നൊന്നും നോക്കില്ല. ഇത് കൊണ്ട് കെട്ടുകണക്കിന് റാങ്കുമായിട്ട് വരും നമ്മുടെ കേരളത്തിലെ കുട്ടികൾ. ഇവർക്കും വലിയ മാർക്കുണ്ട്, കൊട്ടക്കണക്ക്, ഇത് മതി. എന്നാൽ അത് കണ്ട് മാറ്റി വെച്ചിട്ട് 4 മനോഹരമായ വാക്യങ്ങൾ, 4 മനോഹരമായ ക്വസ്റ്റ്യൻസ്, ജെനുവിൻ ഇംഗ്ലീഷ് ചോദിച്ചാൽ ചോദ്യം, അപ്പോൾ അവരിങ്ങനെ ബബ്ബടിക്കും. ലാംഗ്വേജ് ഇല്ല കയ്യിൽ. 2, ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് എന്താ പറയുന്നറിയോ, ആദ്യം തന്നെ വരുന്ന ഇന്റർവ്യൂ അങ്ങനെയാണ്. ഇന്റർവ്യൂ വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു റൂമിലെ ഇലക്ട്രിക് ലൈൻ കട്ട് ചെയ്തിട്ടുണ്ടാവും. അവൻ്റെ ഇന്റർവ്യൂ എന്താണെന്നറിയോ, മോനെ അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് വാ. ചിലർ മണിക്കൂർ, ഒരു ദിവസം മുഴുവൻ എന്തായാലും നടക്കൂല. ചില കൃത്യമായി സമർത്ഥന്മാർ അത് അരമണിക്കൂർ ചെയ്തുകൊണ്ട് ഫിക്സ് ചെയ്ത് വരും, അവൻ റാങ്ക്. അതാണ് പ്രാക്ടിക്കൽ. അത് വലിയ കൺസെപ്റ്റാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ കോർപ്പറേറ്റ്സിനെ ചീത്ത പറഞ്ഞ് ഞാനൊക്കെ ഒരുപാട് പറഞ്ഞു നടന്നാ, പക്ഷെ കോർപ്പറേറ്റ്സിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ഈ സിദ്ധാന്തവും പ്രയോഗവും രണ്ടാണല്ലോ. തിയറി പഠിച്ചു വെച്ചവനൊന്നും ജീവിക്കാൻ പറ്റില്ല. അദ്ദേഹം ഇതിനിടയ്ക്ക് അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യക്ക് എവിടെയാണ് പിഴച്ചത് എന്ന് അദ്ദേഹം പറയുന്നതെന്നറിയോ, ഭീഷണി നമ്മളിൽ തന്നെയാണെന്നാണ്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വെല്ലുവിളി എന്താണ്? പുറത്തല്ല, അതെ, പുറത്തുള്ളവരെ നമ്മൾ പേടിക്കുന്ന സേവന മേഖലയിലേക്കാണ് നാം കാര്യമായി തിരിഞ്ഞെന്നും, പ്രോഡക്ട്സിലേക്ക്, ഉൽപ്പന്ന മേഖലയിലേക്ക് നാം കാര്യമായി തിരിയണമെന്നും, അങ്ങനെയുള്ള ഒരു മാറ്റമാണ് നമ്മളുടെ
മെഡിക്കൽ ടെക്നോളജി, റോബോട്ടിക്സ്, ചിപ്പ് ഡിസൈൻ തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകളിൽ വളർച്ച നേടാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. സോട്ട് എന്ന് പറയുന്നത് ഈ കമ്പനികളുടെയൊക്കെ ഏതൊരു കമ്പനിയുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയും ത്രെഡ്സും, അതാണ് സോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളിൽ അദ്ദേഹം ഇന്ത്യയുടെ, ഭാരതത്തിന്റെ സോട്ട് എന്താണെന്ന് പറയുന്നുണ്ട്. വളരെ ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് യുവത്വവും അഭിനിവേശവുമുള്ള പ്രതിഭകൾ അഥവാ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. യെസ്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അതാണ് ഈ ആളുകളുടെ മനുഷ്യന്റെ വിഭവശേഷി നമ്മൾ പറയുമല്ലോ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല പവർഫുള്ളായ ഇൻ്റലിജൻ്റായ മക്കളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദ്യം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം ഉടനെ വീക്ക്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കഴിവുകൾ ശരിയായി അനലൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നമായ നമ്മുടെ സ്വന്തം ഉന്നത വിഭാഗത്തിന് കഴിയുന്നില്ല. സ്വയം വിശ്വാസമില്ലായ്മയാണ് മറ്റൊരു ദൗർബല്യം. ഇതാണ് വീക്ക്നെസ്. നമുക്ക് നമ്മളെക്കുറിച്ച് വിശ്വാസമില്ല. ഇതൊരു വലിയൊരു ദൗർബല്യമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അതേസമയത്ത് തന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഡോക്ടർ ശ്രീധർ പറയുന്നത് എന്താണെന്നറിയോ? എല്ലാ മേഖലകളിലും ഒരു ആഗോള നേതാവ് ആകാനുള്ള അവസരം നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു എന്നാണ്. അതെ, എല്ലാ മേഖലകളിലും ഡോക്ടർ ശ്രീധരൻ ഇപ്പോൾ ആഗോള മേഖലയിൽ ഒരു നേതാവായി ഉദയം ചെയ്യുന്നത് പോലെ ഗ്രാമസ്വരാജ് പോലുള്ള മഹത്തായ ഗാന്ധി സ്വപ്നം പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഈ കറണ്ട് സിനാരിയോയിൽ കൊണ്ടുവന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുന്നത് ഇന്ത്യ അത് നന്നായി വിനിയോഗിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ത്രെറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഭീഷണി, ആഭ്യന്തരമായ ഭിന്നതകളും നമ്മളിൽ തന്നെയുള്ള വിശ്വാസമില്ലായ്മയും ബാഹ്യ ഭീഷണി ഒന്നുമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വന്തം ഭീഷണി. അവനവനാണ് ശത്രു. അതെ, മാഷ്ക്ക് ഈ കാര്യത്തെക്കുറിച്ച് കാര്യമായി പറയാനുണ്ടാവും. അല്ലേ? അവനവനാണ് ശത്രു. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ശക്തി നമ്മളാണ്. പലപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ശത്രുക്കളും നമ്മളാണ്. ഇദ്ദേഹം ഇപ്പോൾ ആലോചിച്ച് നോക്കും. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം, ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഈ ക്ലൗഡ് ഇൻഡസ്ട്രിയിൽ ഇദ്ദേഹത്തോട് മത്സരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വമ്പന്മാരാണ്. ഒന്ന് മൈക്രോസോഫ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വമ്പന്മാരോട് മത്സരിച്ചിട്ടാണ് ഇദ്ദേഹം ലോക വിപണി പിടിച്ചടക്കിയത്. ഒന്നാമത്തെ കാര്യം. ഈ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം കാണിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ പോരാട്ടം മുഴുവനും, ഇദ്ദേഹത്തിൻ്റെ ലാഭം മുഴുവനാണ്. അങ്ങനെ ലോകത്തിലെ ആരെങ്കിലും ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും മുതലാളി എങ്ങനെ ആലോചിക്കും? എൻ്റെ ലാഭം എൻ്റെ അധ്വാനം എൻ്റെ രാജ്യത്തിനുള്ളതാണ് എന്ന് പറയാം. എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ലാഭം മുഴുവനും എൻ്റെ രാജ്യത്തിനുള്ളതാണ്, അങ്ങനെ പറയുകയാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഏത് കാലത്താണ് ഇദ്ദേഹവുമായി ഇപ്പോൾ അർണബ് സംസാരിക്കുന്നതിനൊക്കെ ഒരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ഇപ്പോൾ. കാരണം അദ്ദേഹം സംസാരിക്കുന്നത് ഇപ്പോൾ 96 അദ്ദേഹത്തിൻ്റെ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. 96 അന്ന് അതിന് ആഡ്സ്നെറ്റ് എന്നെന്തോയിരുന്നു പേര് ആ കമ്പനിക്ക്. പിന്നീടാണ് ഇദ്ദേഹം പിൽക്കാലത്താണ് അതിന് ഈ പേര് വന്നത്, ഈ സോഹോ എന്ന പേര് വന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇത് സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മുഴുവൻ ലാഭവും രാജ്യത്തിന് കൊടുക്കുന്നു. 2, ഈ കമ്പനിയുടെ ലാഭം കൊണ്ട് സൗജന്യമായി ഗ്രാമങ്ങളിൽ, സ്കൂളുകളിൽ കമ്പ്യൂട്ടർ പരിശീലനം, കമ്പ്യൂട്ടർ അല്ല പരിശീലിപ്പിക്കുന്നത്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നിർമ്മാണമാണ്. നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല നമ്മളെ കുട്ടികൾ. ഇപ്പോഴും നമ്മുടെ കുട്ടികൾ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് പഠിക്കുകയാണ്. കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഒക്കെയാണ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരികയാണ്. ഈ സമയത്ത് നമ്മുടെ ശക്തി എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശക്തി അദ്ദേഹം പറയും, നമ്മുടെ ശക്തി നമ്മുടെ മക്കളാണ്. നമ്മുടെ ഗ്രാമീണരായ മക്കൾ, പൊല്യൂട്ടഡ് അല്ലല്ലോ നമ്മുടെ മക്കളുടെ മനസ്സ്. ഗ്രാമത്തിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഒരു തരത്തിലുള്ള പൊല്യൂഷനും ഇല്ല, പ്രിജുഡൈസ് ഇല്ല, ഈ വെറുപ്പില്ല, വിദ്വേഷമില്ല, ഒരു സ്നേഹത്തിന്റെ തെളിനീരാണല്ലോ. വെർജിനായി നിൽക്കുന്ന, വളരെ വെർജിനായിട്ടുള്ള ഒരു മനസ്സാണ്. അതാണ് നമ്മുടെ ശക്തി. ദൗർബല്യം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ വെല്ലുവിളി എന്താണ്? നമ്മുടെ വെല്ലുവിളിക്ക് പറയുന്ന ആദ്യത്തെ ഉത്തരം, പുറത്തുള്ളവനെ പേടിക്കേ വേണ്ട, ബാഹ്യശക്തികളൊന്നും നമ്മൾ അനങ്ങാൻ കഴിയില്ല. ചെറിയ വിശ്വാസമല്ല, മൈക്രോസോഫ്റ്റിനോട് പൊരുന്നവനായി പറയണത്. ഇദ്ദേഹം ലോകത്തിലെ എനിക്ക് തോന്നുന്നു 100 ബില്യനേഴ്സിനെ ഫോബ്സ് മാഗസിൻ തിരഞ്ഞെടുത്തപ്പോൾ 100 ലോകത്തിലെ ഏറ്റവും വമ്പന്മാരായ 100 വമ്പന്മാരിൽ 100 പേരിൽ ലിസ്റ്റ് വരുന്നതാണ്. ഇന്ത്യയിൽ 35ാമത്തെ ഏറ്റവും വലിയ പണക്കാരനാണ്. തെരഞ്ഞെടുക്കുന്ന ആരാണ്? ഫോബ്സ് മാഗസിനാണ്. ആരത് പറയുന്നത് നോക്കണം. ഫോബ്സ് മാഗസിൻ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ബിസിനസ് മാഗസിനാണ്. അതും അമേരിക്കക്കാരനാണ്. 1917 പോലും അംഗീകരിക്കുന്നു. അതെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ പോലും കൃത്യമായിട്ട് അംഗീകരിക്കുന്നു. ഫോബ്സ് മാഗസിൻ്റെ കണക്കെടുക്കുന്നു, മൈക്രോസോഫ്റ്റിനെ ഇവൻ ബീറ്റ് ചെയ്തിരിക്കുന്നു, തെളിയിക്കുന്നു. ഇതിന് ബിസിനസ് ലോകത്തിന് മാതൃകയാണെന്ന് പറയുന്നു.
കോളേജ് വിദ്യാഭ്യാസം, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒന്നും ആവശ്യമില്ലാതെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാമെന്നും ആധുനിക ലോകത്തിന്റെ ടെക്നോളജി അത്ഭുതങ്ങൾ കാണിക്കും. അൺഎഡ്യൂക്കേറ്റഡ് നമ്മൾ പറയുമല്ലോ, ഒരു എന്താ പറയാ, ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ടെക്കികളുടെ ഒരു ലോകം ചിന്തിക്കാൻ പറ്റും. അത്ഭുതകരമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ആപ്ലിക്കേഷൻ അറട്ടൈ മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ. വാട്സപ്പിനേക്കാൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഞാനിപ്പോ അതൊരു ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്റെ മെസ്സേജിങ്ങും കോളിംഗ് ഒക്കെ ഭയങ്കര അക്യുറേറ്റ് ആണ്. സൂമിന്റെ സൂമിന്റെ ഉപയോഗങ്ങളുണ്ട്. സൂം ഈ മീറ്റിങ്ങുകളൊക്കെ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളുള്ള ഈ അറട്ടൈ എന്ന് പറഞ്ഞാൽ അറട്ടയുടെ തന്നെ ഏറ്റവും വലിയ ഒരു തമിഴ് വേർഡാണ് മെസ്സേജ് എന്നാണ്. മെസ്സേജിങ് ചാറ്റിംഗ് കുശലം പറിച്ച് അതാണ് അറട്ടൈ. അവിടെ തമിഴ് പേരാ ഇട്ടത്. അത് ആലോചിക്കും. അപ്പൊ അതിലൊരു ദേശീയത ഉണ്ടായിരുന്നു. അതെ. അപ്പം ഇത്തരം സ്വദേശി ഉൽപ്പന്നങ്ങൾ ആവശ്യമാണെന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്നാണ് അറട്ടൈ പിറന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു വലിയ മനുഷ്യനെ കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയാം. ഇപ്പോൾ അർണാബ് പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച്: ലളിത ജീവിതം, ദേശസ്നേഹം, ദീർഘദർശനം, ധാർമ്മിക ക്യാപിറ്റലിസം, ധാർമ്മികമായ മുതലാളിത്ത വ്യവസ്ഥിതി, അതൊക്കെ ഒന്നായി ചേരുന്ന ശ്രീധർ വെമ്പുവിന്റെ ഈ ദൗത്യം, ഈ മഹത്തായ ഈ ഗ്രാമ സ്വരാജ് ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ടെക് ലോകത്തിന് ഒരു പുതിയ വഴികാട്ടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലെ, 100 സോഹോ പോലുള്ള കമ്പനികൾ ഓരോ ടെക് ഫീൽഡിലും ഉണ്ടാകണം എന്ന അദ്ദേഹത്തിന്റെ ദർശനം ഇന്ത്യ ഒരു ടെക്നോളജിക്കൽ സൂപ്പർ പവർ ആകാൻ പോകുന്ന പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു. ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും ഇത്തരം സാധ്യതയുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് പൂർത്തിയാക്കാം, നമുക്ക് അവസാനിപ്പിക്കാം തൽക്കാലം. ഒന്നാമത് ശ്രീധർ വെമ്പുവിനെ കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കുകയല്ല, പടർന്നു പിടിക്കുകയാണ് വേണ്ടത്. ഓരോ ഇന്ത്യൻ ഗ്രാമങ്ങളിലും ആ പേര് പരിചയപ്പെടുത്തേണ്ടതുണ്ട്, ചർച്ചകൾ ആരംഭിക്കേണ്ടത്. നമ്മൾ തെങ്കാശിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കാറ്റടിക്കും. തീർച്ചയായിട്ടും തെങ്കാശിയിലെ കാറ്റ് ആദ്യം എത്തേണ്ടതും കേരളത്തിലാണ്. എത്തിയാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് നമുക്കാണ്. അപാരമായ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉള്ള മനസ്സുകളാണ് നമ്മുടേത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ആരാ നമ്മുടെ ശത്രു എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ. പുറത്തുനിന്ന് ആരെയും പേടിക്കേണ്ടതില്ല, ആരെയും നമുക്ക് വെല്ലാൻ പറ്റും, നേരിടാൻ പറ്റും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്തു നോക്കൂ. അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയോ? അദ്ദേഹത്തിനെതിരായിട്ട് ലോക മാർക്കറ്റിലെ ഒരു വലിയ തട്ടിപ്പ് ആലോചിച്ചു നോക്കൂ. അദ്ദേഹത്തിനെതിരായി ഇന്ത്യൻ കമ്പനികളും ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ എതിരാളികളും ലോകമാകെ പടർത്തിവിട്ട ഏറ്റവും വലിയ എതിർപ്പ് എന്തായിരുന്നു അറിയോ? അദ്ദേഹം RSS ആണ്, സംഘപരിവാറിന്റെ അനുകൂലിയാണ്. അതാണ് അദ്ദേഹത്തിനെതിരെ വന്ന ഏറ്റവും വലിയ പ്രചാരണം. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ പിളർപ്പുണ്ടായല്ലോ. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്ത ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ഏതോ ഉദ്യോഗസ്ഥന്മാർ പിരിഞ്ഞു. അല്ല, വാസ്തവക്കേടൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് മൈ ഓപ്ഷൻ. വാട്ട് ഈസ് ബിസിനസ് ഇൻ ദെയർ എന്നാണ് ചോദിച്ചത്. അവിടെ എന്താ ബിസിനസ് എന്നാണ് ഞാൻ എന്റെ മാത്രമല്ല, അതിന് കാരണം ഉണ്ടായത് അദ്ദേഹത്തിന് നേരത്തെ പത്മശ്രീ 2021 മറ്റോ അദ്ദേഹം പത്മശ്രീ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഈ ഇന്ത്യൻ പ്ലാനിംഗ് ബോർഡിൽ മെമ്പറാക്കി. അപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഈ നമ്മൾ പറയുക കണ്ണുകടി എന്ന് പറയില്ലേ, ഒരു മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ രാജ്യത്ത് സേവിക്കാനും സമ്മതിക്കില്ല. അപ്പോൾ 57 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഒരു മനുഷ്യൻ ഇതൊക്കെ ആയി എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പരാക്കന്മാർക്ക് കണ്ടുകൂടാ. ഈ പറഞ്ഞ പെരുന്തച്ചൻ കോംപ്ലക്സ് ഉണ്ടല്ലോ, അത് വലിയ തോതിൽ ഈ രംഗത്തുണ്ട്, ടെക്കികളും. അപ്പോൾ ഇതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എതിർപ്പ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂക്ഷിക്കേണ്ടത് എപ്പോഴും അദ്ദേഹം ലോകത്തേക്കല്ല നോക്കേണ്ടത്, ഇന്ത്യയിലേക്ക് തന്നെയാണ്. അദ്ദേഹം അത് പറയുന്നുണ്ട്. നമ്മളും സൂക്ഷിക്കേണ്ടത് അത് തന്നെയാണ്. ഇവിടെ രാജ്യം വളരാൻ സമ്മതിക്കാത്തത്, രാജ്യത്തിൻ്റെ മക്കളെ വളരാൻ സമ്മതിക്കാത്തത്, നന്നാവാൻ സമ്മതിക്കാത്തത്, നമ്മൾ നന്നായിക്കൂടാ, ഇന്ത്യ നന്നായിക്കൂടാ എന്ന് വാശി പിടിക്കുന്നത് പുറത്തുള്ളവരല്ല, നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ആ പണിയൊന്ന് നിർത്തിവെച്ചാൽ നന്നായിരിക്കും എന്നാണ് ശ്രീധർ വെമ്പു ഇപ്പോൾ ഇന്ത്യക്കാരോട് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി ഒരു ദേശീയ വീക്ഷണം, കുറച്ചുകൂടി ഒരു മാനവിക വീക്ഷണം, കുറച്ചുകൂടി ഒരു ആഗോള വീക്ഷണം, അതൊക്കെ ഉണ്ടായാൽ നമുക്ക് ലോകത്തേക്കാൾ വളരാൻ പറ്റും. അത് ഗ്രാമങ്ങൾക്ക് കൊടുക്കുന്നൊരു വലിയ സന്ദേശമാണ്. ഗ്രാമസ്വരാജ് നമുക്കിടയിലും ഗ്രാമസ്വരാജ് തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഗ്രാമസ്വരാജിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യം സമ്പൂർണ്ണമാകാൻ വേണ്ടത് സ്വദേശി സോഷ്യൽ മീഡിയയാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടേ ഉള്ളൂ. സ്വദേശി സോഷ്യൽ മീഡിയക്ക് മാതൃക കാണിച്ച ആള് തന്നെയാണ് അടുത്ത ഗാന്ധി വാക്യം പറയുന്നത്. ഗ്രാമസ്വരാജ് പിന്നാലെ വന്നിരിക്കുന്നു, വന്നു എന്ന് മാത്രമല്ല, ഗ്രാമസ്വരാജാണ് വേണ്ടത്. ഇത് മഹാനഗരങ്ങളിൽ നിന്നല്ല, ഡൽഹിയിൽ നിന്നല്ല, മുംബൈയിൽ നിന്നല്ല, ബാംഗ്ലൂരിൽ നിന്നല്ല, പൂനെയിൽ നിന്നല്ല ഉണ്ടാവേണ്ടത്. തെങ്കാശിയിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നുമാണ്, ഒരുപക്ഷെ ഈ തിരുവമ്പാടിയിൽ നിന്നും കൊണ്ടോട്ടിയിൽ നിന്നുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അതിമനോഹരമായൊരു സന്ദേശമാണ് ആ ജീവിതം. തീർച്ചയായിട്ടും. എന്താണ് എൻ്റെ ജീവിതം, എന്താണ് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞില്ലേ ഗാന്ധി.
ഈ ഡോക്ടർ ശ്രീധർ ശ്രീധർ വേമ്പു ബാബുവിന്റെ ജീവിതമാണ് സന്ദേശം. സന്ദേശം തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.